എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചെമ്മീൻ, ഇത് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുത്തത്, പിന്നെ ഒരു 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ചോപ്പറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ചിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് പറ്റി നന്നായിട്ടിതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് മൈദാപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത് എടുത്ത് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാമേ. അപ്പോൾ ഞാനിത് ഇവിടെ നനച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ഇതേ വലിപ്പത്തിലാണ് ഉരുളകളാക്കി പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ മാവ് ഇതുപോലെ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഞാനിത് ഈ വലിപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കണ്ട ഈ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്കിത് ഇതേമാതിരി ചെയ്തെടുക്കാം. ഇത്രയും ഞാനിത് ഫില്ലാക്കി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതാണ് ചെമ്മീൻ വച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെമ്മീൻ മോമോസ്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.